ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ശരിക്കും നന്നായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യമാണ് ഈ ഇന്നസെന്റ് ആയിട്ടും നമ്മളെ നിയമവ്യവസ്ഥയിൽ വരുന്ന ചില പാളിച്ചകളാണ്. അതുകൊണ്ട് ഒരു കുടുംബം തകർന്നത് അത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മള് അത്ര നാളും നമുക്കതൊരു ന്യൂസ് മാത്രം. നമ്മളുടെ കുടുംബത്തിൽ വന്നാലും ആകാശദൂത് സിനിമ കണ്ടത് ടൗല് ശരിക്കും വായിലിങ്ങനെ പിടിച്ചു വെച്ചാണ് കരച്ചിൽ വന്നിട്ട്. അതുപോലെ ഒരു കരച്ചില് മട്ടത്തിലേക്ക് പലപ്പോഴും ഓഡിയൻസിനെ അതിനൊപ്പം ഇമോഷന്റെ അപ്പുറം ഒരു സോഷ്യൽ മെസ്സേജും കൂടെയാണ് തരുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ന്യൂസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ തത്വം തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷെ ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ജയിലിൽ കിടക്കുന്ന നിരപരാധി മാത്രമല്ല, ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ കുടുംബവും ശിക്ഷ അനുഭവിക്കുന്നു. ആ ശിക്ഷ അനുഭവിക്കുന്നത് ആ കഥാപാത്രമാണ് ഇവിടെ രാധ എന്ന കഥാപാത്രം. ആ ശിക്ഷ അനുഭവിക്കുന്നു. അത് ഒരുപാട് പേര് ആൾക്കാരെ മുൻനിർത്തി ഒരു സിമ്പിൾ പോലെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത്രയൊരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും 3 പേർക്കാണെങ്കിലും മുന്നേ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് വേറെ സിനിമയിലാണെങ്കിലും. അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി തോന്നിയോ ഈ ഒരു കാലവർഷക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാരക്ടർ? തീർച്ചയായിട്ടും സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി, ഇപ്പോഴും പറയും എന്റെ ഏറ്റവും നല്ല കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലെങ്കിലും മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാധ എന്ന കഥാപാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇതുവരെ അഭിനയിച്ച ഏറ്റവും നല്ല കഥാപാത്രം. തീർച്ചയായിട്ടും ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ്. അത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ബിജു സാറിനോട് ഒരുപാട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം ഒരു അന്ന് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ലതാദാസ്. ലതാദാസിനെ പോലത്തെ ഒരാളും മതി, നല്ലൊരു ആർട്ടിസ്റ്റ് വേണ്ട അല്ല, എനിക്കവരറിയാം എന്ന് ഡയറക്ടർ പറയുന്നു. അറിയായിരിക്കും. ഞാൻ ഡെപ്തല്ല, ഒരു പുതുമുഖത്തെ കൊണ്ടുവന്നിട്ട് അത്രയും ഡെപ്തുള്ള കഥാപാത്രം കൊടുക്കണോ? സാറ് ആക്ച്വലി ഇത് എന്നെ പരിചയമൊന്നുമില്ല. എൻ്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് രാധമതി എന്ന് പറഞ്ഞതാണ്. അത് അങ്ങനത്തെ ഒരു ഫോട്ടോ ആയിരുന്നു, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഞാൻ തന്നെ ബിജു കണ്ടു ചോദിച്ചിട്ടുണ്ട്, ഈ ആള് മതിയോ, നമുക്ക് നല്ല ഏതെങ്കിലും ക്യാരക്ടർ കൊണ്ടുവരണ്ടേ? ഞങ്ങള് നാട്ടുകാരാ, രണ്ടും ആലുവക്കാരാണ്. പക്ഷെ അല്ല, ഞാൻ ഇരിങ്ങാലക്കുടിയാണ്. ആലുവയില് വീടുണ്ട്. ഇപ്പോഴും വീടുണ്ടാവില്ല. വീടുണ്ട്. കണ്ടപ്പം ശരിക്കും ആ ഒരു കഥാപാത്രം ജോസിക്കണ്ണൻ എങ്ങനെയാണ് മുൻകൂട്ടി അത് കണ്ടറിഞ്ഞെന്ന് എനിക്കറിയാം. ഇത്രയും ആപ്റ്റായിട്ട് മലയാളത്തിൽ വേറൊരാളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോഴും പോയില്ല. അത് ഏറ്റവും ആപ്റ്റാണ്. അതെങ്ങനെ അദ്ദേഹം കണ്ടു എന്ന് എനിക്കറിയില്ല. അതാണ് ഒരു ഡയറക്ടർ ഇൻട്യൂഷൻ എന്ന് പറയുന്നത്. ഭാഗ്യം കൂടി. ഈ രാധയുടെ ഭർത്താവായിട്ട് ഗോപാലനായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അംഗീകാരങ്ങൾ ഓരോന്നായിട്ട്. ഇപ്പൊ ഈ ഒരു മൂവി മൊത്തത്തിൽ ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സീരിയസ് ഒക്കെ അങ്ങനെ മാറ്റി വെച്ചത് ഈ സെറ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റൊക്കെ? സെറ്റൊക്കെ എല്ലാം വളരെ ആഘോഷമായി ഞാൻ സെറ്റിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മളൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടറിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുമ്പോഴേ നമുക്കിത് ഇങ്ങോട്ട് പൊലിപ്പിച്ച് ഇങ്ങോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴാണ്. ഒരു തുലാവർഷ സമയത്തായിരുന്നു ഇത് ഷൂട്ട് കിടക്കുന്നത്. അപ്പോഴേക്കും മഴ കാറ്റ് ഇടിവെട്ട്, അപ്പോഴേക്കും അവിടെ ഷോക്ക് അടിക്കുന്നു, ഇവിടെ ഷോക്ക് അടിക്കുന്നു. അത് കണ്ട് തമാശ ഒന്നും പറയാൻ പറ്റുന്നൊരു കണ്ണനെ പോലത്തെ ഒരു മനോരമ എൻട്രി കിട്ടിയ ഒരു സംവിധായകന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം മനസ്സിൽ എന്തൊക്കെയാണ് നമ്മളെ കുറിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ആ റേഞ്ചിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ഒരു 15 കൊടുത്തു. ഫസ്റ്റ് ഷോട്ട് അത് കഴിഞ്ഞപ്പോൾ റെഡി ആയി അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്റ്റ് ഷോട്ട് 15 കാരണം പേടിയാണ്. അതിന് മുമ്പ് ഞാൻ 5-6 സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഇദ്ദേഹത്തെ പറയുമ്പോൾ ഇദ്ദേഹം പ്രത്യേകതയുണ്ട്. പുള്ളിയുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഭാവം കിട്ടിയിട്ടില്ല, പുള്ളി സമ്മതിക്കില്ല, അവിടം വരെ പോകും. അപ്പൊ ഞാൻ കാരണം ടേക്ക് കൊടുക്കും, അടുത്ത ഷോട്ടിന്റെ സമയമായിട്ട് ഞാൻ കാരണം ഇത് തീരുന്നില്ല, അപ്പൊ ടെൻഷൻ കൂടും നമുക്ക്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ തമാശ പറയാനൊന്നും നേരം സിനിമ അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ഒരു ആ മൂഡിലുള്ള ഒരു സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.